പുരുഷ വന്ധ്യതയുടെ ഇവാലുവേഷൻസ് വളരെ പിന്നാക്കമാണ്. മോസ്റ്റ് ഓഫ് ദ IVF സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് പേഷ്യൻസിന് ചികിത്സയൊക്കെ നേടിയിട്ടുണ്ടാവും. പക്ഷേ പുരുഷ വന്ധ്യതയുടെ ഇവാലുവേഷൻ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ പലപ്പോഴും വയ്ക്കുന്നത് കാണുന്നില്ല. പുരുഷന്മാരുടെ വന്ധ്യത, അതായത് അവരുടെ പ്രത്യുത്പാദന ശേഷിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്ലിനിക്കുകൾ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്ലിനിക്കുകൾ ഇപ്പോഴും നമ്മളുടെ രാജ്യത്ത് വ്യാപകമായിട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെ. ശാസ്ത്രീയമായിട്ട് ഇവാലുവേറ്റ് അതെ, ഇപ്പോൾ IVF സെന്റർ എന്നുള്ള പേരിലാണ് പലപ്പോഴും അതൊരു ഫീമെയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് പല IVF സെന്ററുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു നിയമനിർമ്മാണമൊക്കെ അടുത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൻഡ്രോളജിസ്റ്റ് വേണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ന ക്വാളിഫിക്കേഷൻ ആൾ വേണം, അതായത് യൂറോളജി സംബന്ധമായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ തന്നെ വേണം പുരുഷന്മാരുടെ വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഇപ്പോൾ അനുശാസിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല നിർദ്ദേശമായിരിക്കും. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്നുണ്ട് പുരുഷന്മാരുടെ വന്ധ്യതയായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പുരുഷന്മാരുടെ വന്ധ്യത എന്ന് പറയുന്നത് ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വന്ധ്യതയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള, മനസ്സിലാക്കാനും ചികിത്സിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന രോഗികൾക്ക് നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ടാണ് ഇവരെ കാണുന്നത്, അല്ലേ? പലപ്പോഴും ഒരു 10-35 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത്. അതാണ് ഡോക്ടർ സന്ദീപ് നേരത്തെ പറഞ്ഞത്. വന്ധ്യതയുടെ കാരണങ്ങളിൽ ഒരു 40% ഓഫ് മെയിൽസിനെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വാരിക്കോസീൽ എന്നുള്ളത്. വാരിക്കോസീൽ എന്നുള്ളൊരു പ്രോബ്ലം കൊണ്ടുള്ള വന്ധ്യത ആക്ച്വലി ഈസിലി കറക്റ്റബിൾ ആണ്, അല്ലേ? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അതിനൊരു റെമഡി ഉണ്ട് വാരിക്കോസീലിന്. അതിനുശേഷം മോസ്റ്റ്ലി നല്ലൊരു 70-80% ആൾക്കാർ പ്രോപ്പർലി സെലക്റ്റഡ് പേഷ്യൻസിൽ, നല്ല വാരിക്കോസിലുള്ള പേഷ്യൻസിൽ നല്ല റിസൾട്ട്സ് ആണ് കാണാറുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതായത് പുരുഷന്മാരുടെ വന്ധ്യത എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണിയ തീരില്ല. ആക്ച്വലി അത്രയധികം കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കറക്റ്റബിൾ ആയിട്ടുള്ള കോസസ്, അതായത് ശരിയാക്കി എടുക്കാവുന്ന എന്താണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിയായിട്ട് എടുക്കാവുന്ന പുരുഷന്മാരുടെ ബുദ്ധിമുട്ടുകളിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് വാരിക്കോസീൽ എന്നുള്ള അസുഖം. വാരിക്കോസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃഷ്ണങ്ങളിൽ നിന്ന് തിരിച്ച് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ധമനികൾ, അത് വെയിൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു അസുഖമാണ് വാരിക്കോസീൽ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതാണ്. അത് ശരിക്കും പറയുക കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള രോഗികൾക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് രോഗികൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നത്, ഇതിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറില്ല എന്നാണ് ആളുകൾ വന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇതിനൊരു മരുന്ന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് ഇയാൾക്ക് ശരിക്കും വാരിക്കോസീൽ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടോ, അതുകൊണ്ട് തന്നെയാണോ ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്നുള്ളതാണ്.